ഒറീസയിലെ ചിൽക്ക തടാകത്തിന് ശേഷം ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഉപ്പുജല തടാകമാണ് പുലിക്കാട് തടാകം. ദക്ഷിണേന്ത്യയിലെ കോറമണ്ടൽ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ തടാകത്തിൻ്റെ 90% ആന്ധ്രാപ്രദേശിലും 10% തമിഴ്നാട്ടിലുമായി വ്യാപിച്ചു കിടക്കുന്നു. പുലർച്ചെ 5:20 ഞാൻ ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നു. പൊന്നേരിയിലേക്ക് ടിക്കറ്റ് എടുത്തു. പൊന്നേരിയിൽ നിന്നും ബസ് കയറി വേണം പുലിക്കാട് എത്തിച്ചേരാൻ. ഭാഗ്യമെന്ന് പറയട്ടെ, കൃത്യം 5:30 നെല്ലൂരിലേക്കുള്ള ലോക്കൽ ട്രെയിൻ ഉണ്ടായിരുന്നു. നെല്ലൂർ ലോക്കൽ ട്രെയിൻ പൊന്നേരി വഴിയാണ് പോകുന്നത്. ഏകദേശം 1 മണിക്കൂർ കൊണ്ട് പൊന്നേരിയിൽ എത്തിച്ചേർന്നു. ബസ്സിൽ വെച്ച് പുലിക്കാട്ട് ലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ഞാനൊരാളെ പരിചയപ്പെട്ടു. ശിവരാജിന് സ്വന്തമായി ഒരു ബോട്ടുണ്ട്. ബോട്ടിങ്ങിനും മറ്റുമായി ഞാൻ വന്നതാണെന്ന് പറഞ്ഞപ്പോൾ ശിവരാജ് തൻ്റെ ബോട്ടിൽ യാത്ര ചെയ്യാമെന്ന് ക്ഷണിച്ചു. ബോട്ടിനു വേണ്ടി കൂടുതൽ അന്വേഷിക്കേണ്ടി വന്നില്ല. ശിവരാജ് തൻ്റെ ഫാമിലിയോടൊപ്പം പൊന്നേരിയിൽ നിന്നും ബസ്സിൽ കയറിയതാണ്. പുലിക്കാട് ബസ് എത്തിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ബസ് സ്റ്റാൻഡിനായി തിരഞ്ഞു. ഏറ്റവും അവസാനത്തെ സ്റ്റോപ്പ്. പക്ഷേ ബസ് സ്റ്റാൻഡൊന്നുമില്ല. ബസ്സിന് ചെറുതായി ഒന്ന് വളച്ചെടുക്കാനുള്ള സ്ഥലം മാത്രം. ശിവരാജ് സഹായിയായി ഒരാളെ കൂടെ കൂട്ടി. വേലായുധം. ഞങ്ങൾ 3 പേരും കൂടി ഫിഷിംഗ് ബോട്ടിൽ യാത്ര തിരിച്ചു. ഇപ്പോൾ ദേശാടന പക്ഷികളുടെ സീസൺ ഉള്ളെന്ന് എനിക്കറിയാമായിരുന്നു. എന്നിട്ടും ഞാൻ ചോദിച്ചു, പക്ഷികളെ കാണാൻ ഒക്കുമോ? എൻ്റെ ചോദ്യത്തിനുള്ള മറുപടിയായി ഒരു ദ്വീപിലേക്കായിരുന്നു ആദ്യ യാത്ര. വളരെ രസകരമായ യാത്ര. ഞാൻ നന്നായി ആസ്വദിച്ചു. ഇവിടെ ഒക്ടോബർ മുതൽ മാർച്ച് വരെയാണ് ദേശാടന പക്ഷികളുടെ വരവ്. ഇവിടുത്തെ ഫ്ലെമിംഗോ പക്ഷികൾ പക്ഷി നിരീക്ഷകരെ സംബന്ധിച്ച് വളരെ പ്രസിദ്ധമാണ്. ഞാൻ ചെന്നൈ ഭാഗത്ത് യാത്രയ്ക്കായി തിരഞ്ഞെടുത്ത സമയം ജൂലൈ ആയതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഇവിടെ സന്ദർശിക്കേണ്ടി വന്നത്. എന്നാൽ എൻ്റെ ക്യാമറയ്ക്ക് നിരാശപ്പെടേണ്ടി വന്നില്ല. കുറച്ച് ദേശാടന പക്ഷികളെ ക്യാമറയിൽ പകർത്താൻ എനിക്കായി. ഇനി എൻ്റെ താല്പര്യം ഫ്രഷ് മീനിനെ പാകം ചെയ്ത് കഴിക്കുന്നതിനെ പറ്റിയായിരുന്നു. ശിവരാജിനോട് താല്പര്യം അറിയിച്ചപ്പോൾ ബോട്ടുകാരിൽ നിന്നും ഫ്രഷ് മീനിനെ വാങ്ങിക്കാമെന്ന് പറഞ്ഞു. മീൻ മാർക്കറ്റ് ലക്ഷ്യമാക്കി ഞങ്ങൾ ആ ദ്വീപിൽ നിന്നും വിട പറഞ്ഞു. ഇതിനിടയിൽ ഫ്രഷ് മീനുമായി ഒരു ഫിഷിംഗ് ബോട്ട് ഞങ്ങളുടെ സമീപത്തു കൂടി കടന്നുപോയി. ശിവരാജ് ആ ബോട്ടിനെ പിന്തുടർന്നു. ആ ബോട്ട് മീൻ മാർക്കറ്റ് ലക്ഷ്യമാക്കിയാണ് നീങ്ങിയത്. കരയിലേക്ക് അടുപ്പിച്ചു. ദക്ഷിണേന്ത്യയിലെ പ്രകൃതിദത്ത തുറമുഖങ്ങളിൽ ഒന്നാണ് പുലിക്കാട്ട് ലേക്ക്. ഈ തുറമുഖം പോർച്ചുഗീസുകാരും ഡച്ചുകാരും ബ്രിട്ടീഷുകാരും ഒരു കാലത്ത് നന്നായി ഉപയോഗിച്ചിരുന്നു. അതിൻ്റെ അവശേഷിപ്പെന്ന നിലയിൽ ഇവിടെ പോർച്ചുഗീസ് ഡച്ച് സെമിത്തേരികളും മറ്റും നമുക്ക് കാണുവാൻ സാധിക്കും. ലോകപ്രശസ്തമായ സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്ന ശ്രീഹരിക്കോട്ട എന്ന ദ്വീപ് പുലിക്കാട് തടാകത്തെ ബംഗാൾ ഉൾക്കടലിൽ നിന്നും വേർതിരിക്കുന്നു. പുലിക്കാട് ലഗൂൺ ലേക്ക് ചെന്നൈയിൽ നിന്നും ഏകദേശം 60 കിലോമീറ്റർ ദൂരപരിധിയുണ്ട്.
നിങ്ങൾ കാറിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ 1.5-1.25 മണിക്കൂർ കൊണ്ട് ചെന്നൈയിൽ നിന്നും എത്തിച്ചേരാം. ചെന്നൈയിൽ നിന്ന് ഡയറക്റ്റായി ബസ് സർവീസും പുലിക്കാട്ടുമായി കണക്റ്റഡ് ആണ്. എന്നാൽ ഞാൻ തിരഞ്ഞെടുത്ത മാർഗം കുറച്ചും കൂടി എളുപ്പമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആദ്യം ട്രെയിനും പിന്നീട് ബസ്സും കയറിയാണ് പുലിക്കാട്ട് ലേക്കിൽ എത്തിച്ചേർന്നത്. പാകം ചെയ്യാൻ എളുപ്പമുള്ള 3 മീനുകൾ ശിവരാജ് വാങ്ങി. ഇവയെ നമുക്ക് ബീച്ച് ഐലൻഡിൽ നിന്നും ചുട്ടെടുക്കാം, ശിവരാജ് പറഞ്ഞു. പുലിക്കാട്ടിനെ കുറിച്ച് വല്ലതും പറയാനുണ്ടോ എന്നുള്ള എൻ്റെ ചോദ്യത്തിന് വളരെ പോസിറ്റീവായാണ് ശിവരാജ് പ്രതികരിച്ചത്. ശിവരാജിന് ലോകത്തോട് ചിലത് പറയാനുണ്ടായിരുന്നു. ഇവിടെ മത്സ്യബന്ധന തൊഴിലാളികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും അധികാരികൾ തന്ന വാഗ്ദാനങ്ങളുടെ ലംഘനത്തെയും പറ്റിയൊക്കെ ഒരുപാട് പറയാനുണ്ടായിരുന്നു. പിന്നെ പുലിക്കാട്ടിൽ ഒരു ബസ് സ്റ്റാൻഡ് ഇല്ലാത്തതിനെ കുറിച്ച്, ശിവരാജ് ഇല്ലാത്തതിനെ കുറിച്ചും വാചാലനായി. ഈ കാര്യങ്ങൾ ശിവരാജിലൂടെ തന്നെ നിങ്ങൾക്ക് നേരിട്ട് മനസ്സിലാക്കാം. பழவர்காட்டில் வந்து தூண்டில் பாலம் கட்டுறேன்னு சொன்னாங்க. போன ஆட்சியிலே ஒரு 3 வருஷம் முன்னாடியே அம்மா இருக்கும்போது. அது இன்னும் எதுவுமே எந்த ஸ்டெப்பும் எந்த அதிகாரியும் எந்த ஸ்டெப்பும் எடுக்கவே இல்லை. இந்த மழை டைம் வந்ததுன்னா கடலுக்கு போட்டு போச்சுன்னா இந்த முகத்தறதுனால வந்து தரையாக ஓடுறதுனால வந்து போட்டு கவுந்து கால் கை ஒடிஞ்சு உயிரே வந்து போகிற அளவுக்கு ஒரு சூழ்நிலை இருக்குது. அது வந்து தூண்டில் பாலம் கொஞ்சம் போட்டு கொடுத்தாங்கன்னா எங்களுக்கு நல்லாயிருக்கும். அதுக்கப்புறம் வந்து பழவர்காட்டில் நிலையான பஸ் ஸ்டாண்டு இல்லை. இவ்வளோ ஆயிரம் மக்கள் இருக்கிறாங்க, பஸ் ஸ்டாண்டு நிலையான பஸ் ஸ்டாண்டு இல்லை. பஸ்ஸு வந்து பிளாட்பாரத்துலேயே வந்து விடுறாங்க. அதால் டிராஃபிக் ஆகுது, வரவங்களுக்கு போகிறவங்களுக்கு இடைஞ்சலாக இருக்குது. ஒரு பஸ் ஸ்டாண்டு கட்ட மாட்டேங்கிறாங்க. அதிகாரிங்க வராங்கன்னா எதுவுமே செய்ய மாட்டேங்கிறாங்க. ஓகே. ബീച്ച് ഐലൻഡിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. കൂടുതൽ ത്രില്ലിംഗ് ആയി തോന്നി. ബീച്ച് ഐലൻഡിലേക്ക് കയറിയപ്പോൾ ആ പ്രദേശത്തിൻ്റെ ഒരു സൗന്ദര്യം അതെനിക്ക് ശരിക്കും ബോധ്യപ്പെട്ടു. സഞ്ചാരികൾ അധികവും ഈ ബീച്ചിലേക്കാണ് വരുന്നത്. ആദ്യം മീൻ ചുട്ടെടുക്കാമെന്ന ശിവരാജിൻ്റെ നിർദ്ദേശമനുസരിച്ച് വേലായുധവും ശിവരാജും ചെറിയ വിറകുകൊള്ളികൾ ശേഖരിച്ചു. മുളകോ മഞ്ഞളോ മല്ലിയോ ഒന്നുമില്ലാതെ വെറും തീയിൽ ചുട്ടെടുക്കുക. മീൻ ചുട്ടെടുത്താൽ എന്നോട് കഴിക്കാൻ പറ്റുമോ എന്ന് മീൻ വാങ്ങുമ്പോഴേ ശിവരാജ് ചോദിച്ചിരുന്നു. എങ്ങനെ കഴിക്കാനും ഞാൻ റെഡി. എൻ്റെ സുഹൃത്തായ ഫിഷർമാൻ ശ്രീലാൽ മുമ്പ് വെറും തീയിൽ ചുട്ടെടുത്ത് കഴിക്കുന്നതിൻ്റെ രുചിയെപ്പറ്റി മുമ്പൊക്കെ പറയാറുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് അനുഭവിച്ച് കളയാം. മസാലയൊന്നും ഇല്ലാതെ വെറും തീയിൽ. വളരെ കൗതുകവും രസകരവുമായ അനുഭവം. മീൻ ചുട്ടെടുക്കുന്നത് ഞാൻ ക്യാമറയിൽ കുറച്ചു നേരം പകർത്തി. പിന്നെ ബീച്ചിലേക്ക് നടന്നു. പുലിക്കാട് സന്ദർശിക്കുന്ന ആളുകൾ മനസ്സിലാക്കണം, ഇവിടെ ടൂറിസത്തിനായി പ്രത്യേകം ട്രാവൽ ബോട്ടുകളില്ല. പകരം ടൂറിസ്റ്റുകളായി വരുന്നവർ ഫിഷർമാൻ ബോട്ടിനെയാണ് ആശ്രയിക്കുന്നത്. മീൻ മാർക്കറ്റിൽ ചെന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഫിഷർമാനുമായി സംസാരിച്ച് നിങ്ങൾക്ക് ബോട്ടിംഗ് അറേഞ്ച് ചെയ്യാം. മീൻ മാർക്കറ്റ് ബസ് നിർത്തിയിടുന്നതിന് സമീപം തന്നെയാണ്. എന്തൊരു വ്യത്യസ്തമായ ഭൂപ്രദേശം. ഒരു ഭാഗത്ത് നോക്കുമ്പോൾ നീണ്ടു കിടക്കുന്ന കായൽ, മറുഭാഗത്ത് ഉച്ചത്തിൽ ഇരമ്പുന്ന കടൽ, ഇതിനിടയിൽ പഞ്ചാര മണലുകളാൽ സമൃദ്ധമായ നീണ്ടു കിടക്കുന്ന തീരം, പോണ്ടിച്ചേരിയിലെ പാരഡൈസ് ബീച്ചിനെ അനുസ്മരിപ്പിക്കുന്ന മണൽത്തരികൾ. ടൂറിസം വകുപ്പിന് ഇവിടെ ചിലത് ചെയ്യാനാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊരു നല്ല ടൂറിസ്റ്റ് പ്ലേസ് ആയി ഉയർത്തണമെങ്കിൽ ബേസിക്കായി ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. പ്രധാനമായും ഒരു ടോയ്ലറ്റ് സൗകര്യം, കഠിനമായ വെയിലിൽ നിന്നും രക്ഷ നേടാനുള്ള വിശ്രമ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ കുടിലുകൾ,
കുടിവെള്ളം, ഭക്ഷണം എന്നിവയ്ക്കുള്ള സൗകര്യങ്ങൾ. മീൻ പാകം ചെയ്തു കഴിഞ്ഞപ്പോൾ ശിവരാജ് എന്നെ അന്വേഷിച്ച് ബീച്ചിലേക്ക് വന്നു. ഞങ്ങൾ മൂവരും മീൻ കഴിക്കാനായി മണലിലിരുന്നു. അക്കേഷ്യ മരത്തിൻ്റെ പച്ചിലകൾ പറിച്ച് അതിലാണ് ചുട്ട മീനിനെ വെച്ചത്. ചുട്ട മീനിൻ്റെ തൊലി പൊളിച്ചെടുത്ത് കഴിക്കാൻ ആരംഭിച്ചു. അപ്രതീക്ഷിതം വ്യത്യസ്തമായ രുചി. മസാലയൊന്നും കൂടാതെ മീനിന് ഏറെ രുചിയുണ്ടാകുമെന്ന് ഞാൻ കരുതിയതേയില്ല. രുചിയോടെ മീൻ ഞങ്ങൾ കഴിച്ചുകൊണ്ടേയിരുന്നു. ഈ ഇടം കൂടുതൽ സൗഹാർദ്ദപരമാകുന്നത് ഫാമിലിയേക്കാൾ കൂടുതൽ ബാച്ചിലേഴ്സ് ഗ്രൂപ്പിന് ആയിരിക്കുമെന്നാണ് എൻ്റെ ഒരു നിഗമനം. നിങ്ങൾ ഗ്രൂപ്പായി വരുമ്പോൾ ചില സുരക്ഷിതത്വം പാലിക്കണം. നിർഭാഗ്യവശാൽ ഏതെങ്കിലും തരത്തിലുള്ള ആക്സിഡൻറ്റ് സംഭവിക്കുകയാണെങ്കിൽ 1-2 പേർ മാത്രമാണെങ്കിൽ ഫിഷർമാന് നിങ്ങളെ സംരക്ഷിക്കാൻ പറ്റിയെന്നിരിക്കും. പക്ഷേ നിങ്ങൾ 8-10 ഗ്രൂപ്പായി ബോട്ടിംഗ് നടത്തുകയാണെങ്കിൽ ലൈഫ് ജാക്കറ്റ് ഉപയോഗിക്കാൻ മടിക്കരുത്. ലൈഫ് ജാക്കറ്റ് ഉപയോഗിക്കാനുള്ള വാർണിംഗ് തരാനായി ടൂറിസം വകുപ്പോ മറ്റധികാരികളോ ഇവിടെയില്ല. നിങ്ങളുടെ സേഫ്റ്റിയെക്കുറിച്ച് നിങ്ങൾ തന്നെ ചിന്തിക്കണം. ഞാനിത് പറയാൻ കാരണമുണ്ട്. ഇവിടെ മുമ്പൊരു ദുരന്തം ഉണ്ടായിട്ടുണ്ട്. 2011 ഡിസംബറിൽ ഒരു ദുരന്തത്തിന് സാക്ഷിയാവേണ്ടി വന്ന കായലാണിത്. 25 പേരുമായി ഉല്ലാസയാത്ര നടത്തിയ ഫിഷിംഗ് ബോട്ടിലെ 22 പേരും ആ ദുരന്തത്തിൽപ്പെട്ടു. ഇതൊരു ട്രാവൽ ബോട്ട് അല്ല, ഫിഷിംഗ് ബോട്ടാണ്. ഇതിൽ മാക്സിമം 8-10 പേർ മാത്രമേ സഞ്ചരിക്കാൻ പാടുള്ളൂ. പിന്നെ പുലിക്കാട് ലഗൂൺ ലേക്കിലേക്കുള്ള ബോട്ട് യാത്രയ്ക്കായി ഈടാക്കുന്ന തുക അതൊരു കൃത്യമായ കണക്കല്ല. ഒരു ഏകദേശം 1000 രൂപ എന്ന കണക്കിലാണ് ഒരു യാത്രയ്ക്ക് അവർ ഈടാക്കുന്നത്. ഹാഫ് ഡേ നമ്മളോടൊപ്പം അവർ ചെലവഴിക്കുന്നുണ്ട്. ബോട്ടിൻ്റെ ഉടമസ്ഥർക്കനുസരിച്ചിട്ട് ചാർജ് ചിലപ്പോൾ മാറ്റങ്ങളുണ്ടായേക്കാം. ഏകദേശം 5 മണിക്കൂറോളം എനിക്ക് വേണ്ടി ശിവരാജും വേലായുധും ചെലവഴിച്ചു. കുറച്ച് മത്സ്യത്തൊഴിലാളികളെ കൂടെ ഞാൻ പരിചയപ്പെട്ടു. പൊതുവെ വളരെ ഫ്രണ്ട്ലിയായി ഇടപെടുന്നവരാണ് പുലിക്കാട് ലഗൂൺ ലേക്കിലെ ഫിഷർമാനുകളെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഭാവിയിൽ പുലിക്കാട് ലഗൂൺ ലേക്ക് ഫിഷർമാൻ്റെ പാരഡൈസ് എന്നതുപോലെ തന്നെ സഞ്ചാരികളുടെയും പാരഡൈസായി മാറാൻ ഇടവരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മറ്റൊരിടം തേടി ഞാൻ എൻ്റെ യാത്ര തുടരുന്നു.